പിന്നീട് നമ്മൾ 4 ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ജേണലിൽ എഴുതും? ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. 4 ക്വസ്റ്റ്യൻ്റെയും ഡെബിറ്റും ക്രെഡിറ്റും താഴെ കാണുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ആണ് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ. അതിൻ്റെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തെ നാലാമത്തതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ജേണലിൽ എഴുതുന്നത്? അപ്പോൾ നമുക്കറിയാം ജേണൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ജേണൽ ആദ്യം വരയ്ക്കണം. വരച്ച ശേഷം നമുക്ക് ഇതുപോലെ എഴുതണം. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്? അപ്പോൾ ആദ്യം വരയ്ക്കുക. ഫസ്റ്റ് കോളം ഡേറ്റ്, ജേണലിൻ്റെ ഫസ്റ്റ് കോളം ഡേറ്റ് ആണ്. രണ്ടാമത്തെ കോളം പർട്ടിക്കുലർസ് കോളം വലുതായിരിക്കണം. പിന്നീട് ചെറിയൊരു കോളം വരയ്ക്കണം. അതാണ് മൂന്നാമത്തെ കോളം ലെഡ്ജർ ഫോളിയോ L/F എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ കോളമാണ്. അത് ഒരു പേജ് നമ്പറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നീട് അതിന് ശേഷം നാലാമത്തത് അഞ്ചാമത്തെ കോളം എമൗണ്ട് കോളമാണ്. ആദ്യത്തെ എമൗണ്ട് കോളം ഡെബിറ്റ് എമൗണ്ട് കോളമാണ്. രണ്ടാമത്തേത് ക്രെഡിറ്റ് എമൗണ്ട് കോളമാണ്. ഇത് ശ്രദ്ധിച്ച് നമുക്കിത് കാണാമല്ലോ, അത് ശ്രദ്ധിച്ച് നോക്കണം. പിന്നീട് നെക്സ്റ്റ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കറിയാം ഏതൊക്കെയാണെന്നുള്ളത്. അതെങ്ങനെ ഇതിൻ്റെ അകത്ത് എഴുതും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം ക്യാഷ് ഡെബിറ്റാണ് ചെയ്യുന്നത് അല്ലേ? ക്യാഷ് ഡെബിറ്റാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ക്യാഷ് ഡെബിറ്റാണ്, ക്യാപിറ്റൽ ക്രെഡിറ്റാണ്. അപ്പം ക്യാപിറ്റൽ ക്രെഡിറ്റുമാണ്. നമ്മളത് കണ്ടതാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അതാണ് ആദ്യം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് എഴുതുന്നത്. ആദ്യം ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതണം. 5/4/2023. എല്ലാത്തിനും ഡേറ്റ് എഴുതേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പർട്ടിക്കുലർസ് കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യത്തേത് ഡെബിറ്റ് ഐറ്റമാണ് ആദ്യം എഴുതേണ്ടത്. പർട്ടിക്കുലർസ് കോളത്തിൽ ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഐറ്റം എന്താണോ അത് അവിടെ എഴുതണം. ഇവിടെ ക്യാഷാണ് ഡെബിറ്റ് ഐറ്റം. അപ്പം ക്യാഷ് അക്കൗണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്ന സ്ഥലം 2 വര ഇട്ടാൽ മതി. പിന്നെ അതിന് നേരെ ഡെബിറ്റിൻ്റെ ഷോർട്ട് ഫോം DR എന്ന് പറഞ്ഞ് എഴുതണം. അതിന് നേരെ ഡെബിറ്റ് എമൗണ്ട് കോളം 2 ഡെബിറ്റ് എമൗണ്ട് കോളമുണ്ട്. അതിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ക്യാഷിൻ്റെ തുക എഴുതണം. അതാണ് 50 ലക്ഷം എഴുതേണ്ടത്. അപ്പം അതാണ് ആദ്യത്തെ വരി. പർട്ടിക്കുലർ കോളത്തിൽ ആദ്യത്തെ വരി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 50 ലക്ഷം. പിന്നെ രണ്ടാമത്തെ ാണ് നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ എഴുതുമ്പോൾ നമ്മൾ മൂന്നാല് സ്പേസ് വിട്ട ശേഷം വേണം എഴുതാവുള്ളൂ. മാർജിൻ്റെ അവിടെ നിന്ന് പർട്ടിക്കുലർ കോളത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് 3 സ്പേസ് വിട്ട ശേഷമേ എഴുതാവുള്ളൂ ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ എഴുതുന്നതിന് മുമ്പായിട്ട് ടു എന്ന് കൊടുക്കണം. അത് ക്രെഡിറ്റ് നമ്മൾ മേളിൽ ആദ്യത്തെ വരി നമ്മൾ DR കൊടുക്കുന്നതിന് തുല്യമാണ് 2. അപ്പോൾ 2 റെപ്രസെൻറ്റ് CR എന്നാണ്. അത് ക്രെഡിറ്റാണ്. ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ 2 എന്ന വാക്ക് കൊടുക്കണം. അതിനാണ് 2 എഴുതുന്നത്. അപ്പോൾ താഴെ രണ്ടാമത്തെ വരിയിൽ CR എഴുതുന്നില്ല, അതിന് പകരം 2 ആണ് എഴുതുന്നത്. അപ്പം ക്യാപിറ്റലിന് മുമ്പായിട്ട് 2 എന്ന് ചേർത്തുകൊണ്ട് ക്യാപിറ്റൽ എഴുതണം. അതാണ് രണ്ടാമത്തെ വരി. അപ്പോൾ ഇതാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ, ഇതാണ് ജേണൽ എൻട്രി. അപ്പം ക്യാഷിൻ്റെ എമൗണ്ട് എവിടാണ്? ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ എമൗണ്ട് അതാതിൻ്റെ നേർക്ക് വേണം എഴുതാൻ. അപ്പോൾ ക്യാഷിൻ്റെ നേരെ വേണം എമൗണ്ട് എഴുതാൻ. അപ്പോൾ ക്യാഷിൻ്റെ നേരെ വേണം ക്യാഷിൻ്റെ എമൗണ്ട് കോളം എഴുതാൻ. അപ്പോൾ ക്യാഷിൻ്റെ എമൗണ്ട് എഴുതേണ്ടത് ഡെബിറ്റ് എമൗണ്ട് കോളത്തിലാണ്. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എഴുതേണ്ടത് എവിടാണ്? ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. രണ്ടും ഒരു എമൗണ്ട് കോളത്തിൽ എഴുതരുത്. 2 കോളം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതാവൂ, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതാവൂ. അതാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാത്തിൻ്റെയും ജേണൽ എൻട്രി നമ്മൾ ഇതുപോലെ ഡെബിറ്റും ക്രെഡിറ്റും വെച്ച് നമ്മൾ എഴുതേണ്ടതാണ്. ഡേറ്റ് എഴുതണം, പിന്നീട് പർട്ടിക്കുലർസ് കോളത്തിൽ ഡെബിറ്റ് ഐറ്റം എഴുതണം, അതുപോലെ ക്രെഡിറ്റ് ഐറ്റം എഴുതണം. പിന്നെ എമൗണ്ട് കോളം ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതാവൂ, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതാവൂ.